+1 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോം ബൈ കമ്പഷൻ ഓഫ് 1.6 gram മീഥൈൻ? 1.6 gram മീഥൈൻ കമ്പഷൻ നടത്തുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം തന്നെ ഇതിന് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. നമുക്കിവിടെ കമ്പഷൻ ഓഫ് മീഥേൻ ആണല്ലേ, അതായത് CH4. കമ്പഷൻ എന്ന് പറയുമ്പം ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ഗീവ്സ്, ഇതിൻ്റെ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കണം. ഇവിടെ ഒരു കാർബൺ ബാലൻസ്ഡ് ആണ്. ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് ആക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം. ഇവിടെ 2 ഓക്സിജൻ, ബട്ട് ഇവിടെ രണ്ടും ചേർത്ത് 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇട്ട് കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1.6 gram CH4 എടുക്കുമ്പോൾ എത്രമാത്രം വാട്ടർ ഉണ്ടാവും എന്നാണ്. ഈ കണക്ക് നമ്മൾ ചെയ്യുന്നത് സ്റ്റോയിഷ്യോമെട്രി വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്കാണിത്. നമുക്കറിയാം 1 mol മീഥൈൻ 2 mol ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ് 1 mol കാർബൺ ഡൈ ഓക്സൈഡും 2 mol വാട്ടറും കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ മോൾസിലല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഗ്രാമിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് CH4ൻ്റെ 1 mol വെയിറ്റ് എത്രയാണ്? ഒരു CH4 എന്ന് പറയുമ്പോൾ കാർബൺ 12 പ്ലസ് 4 ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 16. അപ്പോൾ 16 ഗ്രാം. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H2ൻ്റെ ആണ്. അതുകൊണ്ട് നമുക്ക് H2ൻ്റെ മാസ് എഴുതാം. ഒരു H2 എന്ന് പറയുമ്പം 18 നമുക്കറിയാം. H2O 2 പ്ലസ് ഓക്സിജൻ്റെ 18. ഇവിടെ 2 വാട്ടർ ഉണ്ടായതുകൊണ്ട് 18ൻ്റെ ഇരട്ടി എടുക്കണം, അതായത് 36 ഗ്രാം. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ 1.6 gram CH4 എടുക്കുമ്പം എത്ര എമൗണ്ട് വാട്ടർ കിട്ടും എന്നാണ് ചോദ്യം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിനെ x ആയിട്ട് എടുത്താൽ നമുക്കിതിനെ ക്രോസ് ചെയ്യാം. x മുകളിലോട്ട് വരുമ്പോൾ 36 ഇൻറ്റു ഇത് മുകളിലോട്ട് പോയി 1.6 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 16 താഴോട്ട് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതിനെ നമുക്ക് വെട്ടാം. ഇവിടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 10 വരും. അപ്പം നമുക്ക് 3.6 gram എന്ന ആൻസർ കിട്ടും.